മാത്ത് മൈൻഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്പേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പേഴ്സിൻ്റെ 3 ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകളെക്കുറിച്ചാണ്. ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സായ 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന സീരീസിനോടൊപ്പം 0 കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഹൗ മെനി ഹോൾ നമ്പേഴ്സ് ആർ ദെയർ അപ് ടു 8? 8 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 8 വരെ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്? 8 എണ്ണം. 1, 2, 3, 4, 5, 6, 7 and 8. അങ്ങനെ 8 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് 8 വരെ. സോ ഈ കേസിൽ ഹോൾ നമ്പേഴ്സ് ആകുമ്പോൾ അത് എത്ര എണ്ണം കാണും? ഹോൾ നമ്പേഴ്സ് നമുക്കറിയാം 0 കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് 8 എണ്ണം ഉണ്ട്. പിന്നെ ഒരു 0 കൂടി വരുമ്പോൾ ടോട്ടൽ 9 ഹോൾ നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്പർ ഓഫ് ടേംസ് കാണാൻ പറയുമ്പോൾ ടേംസിനോടൊപ്പം 1 കൂടി ആഡ് ചെയ്യുക. കാരണം 0യും ഈ ഹോൾ നമ്പേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായതുകൊണ്ട് 1 കൂടി ആഡ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഹൗ മെനി ഹോൾ നമ്പേഴ്സ് ആർ ദെയർ അപ് ടു 45? 45 വരെ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്? 45 നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും ഉള്ളത്. സോ ഇവിടെ ഹോൾ നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹോൾ നമ്പേഴ്സ് ആകുമ്പം 0 കൂടി ഇൻക്ലൂഡ് ആവുന്നു. അപ്പോൾ 45 നാച്ചുറൽ നമ്പേഴ്സ് പ്ലസ് ആ 0 കൂടെ ആകുമ്പോൾ എത്ര ഹോൾ നമ്പേഴ്സ് കാണും? 46 ഹോൾ നമ്പേഴ്സ് കാണും. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് ദ 9th ഹോൾ നമ്പർ? 9ാമത്തെ ഹോൾ നമ്പർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദിച്ചിരിക്കുന്നത് 9th ഹോൾ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ്, അതൊന്ന് എഴുതി നോക്കുക. 0യിൽ സ്റ്റാർട്ട് ചെയ്യുക. 0, 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ എണ്ണി നോക്കുമ്പോൾ 9th ഹോൾ നമ്പറായിട്ട് വരുന്നത് 8 ആണ്. 0 കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് 9th ഹോൾ നമ്പർ 8 ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 10th ഹോൾ നമ്പർ എത്രയായിരിക്കും? 9 ആയിരിക്കും. 48ാമത്തെ ഹോൾ നമ്പർ ഏതായിരിക്കും? 47 ആയിരിക്കും. ദെൻ വിച്ച് ഇസ് ദ 300th ഹോൾ നമ്പർ? നിങ്ങൾ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഹോൾ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ കേസിലേക്ക് വരുമ്പോൾ സം ഓഫ് n ഹോൾ നമ്പേഴ്സ്, n അഖണ്ഡ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് സിമിലർ ടു എന്താ, നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ പഠിച്ചായിരുന്നു, n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഹോൾ നമ്പേഴ്സ് n പ്ലസ് 1 എന്ന് പറയുന്നത് n മൈനസ് 1 ആയിട്ട് മാറുകയാണ്. സോ സം ഓഫ് n ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1/2. നമുക്കൊരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 18 ഹോൾ നമ്പേഴ്സ്? ആദ്യത്തെ 18 അഖണ്ഡ സംഖ്യകളുടെ തുക എന്ത്? ഈസിയാണ്. n നമുക്ക് ക്വസ്റ്റ്യന് തന്നെ അറിയാം 18 ആണ്. സോ സമ്മിൻ്റെ ഇക്വേഷനിൽ എന്നിൻ്റെ സ്ഥാനത്ത് 18 കൊടുത്ത് ചെയ്യാം. n ഇൻറ്റു n മൈനസ് 1/2. എന്നിന് പകരം 18 കൊടുക്കുക. സോ 18 ഇൻറ്റു 18 മൈനസ് 1/2 ദാറ്റ് ഈസ് 18 ഇൻറ്റു 17/2. 18 ഇൻറ്റു 17 306 എന്ന് കിട്ടുന്നു. 306/2 ഈസ് 153. സോ ദ സം ഓഫ് ഫസ്റ്റ് 18 ഹോൾ നമ്പേഴ്സ് ഈസ് 153 എന്ന് കിട്ടുന്നു. ഈ ഒരു ചോദ്യം ചെയ്ത് നോക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 100 ഹോൾ നമ്പേഴ്സ്? ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ തുക എന്ത്? എന്ന് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ കിട്ടുന്നു. സോ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. മറ്റൊരു ചോദ്യമാണ് ഫൈൻഡ് ദ സം ഓഫ് 0 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് 50. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇത് ഹോൾ നമ്പേഴ്സാണ്. ഹോൾ നമ്പേഴ്സിൻ്റെ 50 വരെയുള്ള ഹോൾ നമ്പേഴ്സിൻ്റെ സമ്മാണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് ഇക്വേഷൻ കൊടുക്കുക n ഇൻറ്റു n മൈനസ് 1/2. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്പർ ഓഫ് ടേംസ് ആണ്. നമുക്കറിയാം ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമിനോടൊപ്പം 1 ആഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഹോൾ നമ്പേഴ്സ് ആകുമ്പോൾ അതിൽ 0 കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സോ 50 വരെയുള്ള സീരീസ് ആകുമ്പോൾ അതിൽ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 51 ഹോൾ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. 1 മുതൽ 50 വരെ 50 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവും. ഹോൾ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ 0 ഇൻക്ലൂഡ് ആവുന്നു. സോ 0 കൂടെ കൂട്ടുമ്പോൾ 51 ഹോൾ നമ്പേഴ്സ് ഉണ്ടാവുന്നു. സോ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 51 ആണ്.
ഇനി ഇക്വേഷനിൽ എന്നിൻ്റെ സ്ഥാനത്ത് 51 അപ്ലൈ ചെയ്യുക. എസ് ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1/2 ദാറ്റ് ഈസ് 51 ഇൻറ്റു 51 മൈനസ് 1 എന്ന് പറയുന്നത് 50 ആണ്. 51 ഇൻറ്റു 50/2 ചെയ്യുമ്പോൾ നമുക്ക് 1275 എന്ന ആൻസർ കിട്ടുന്നു. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഹോൾ നമ്പേഴ്സ് അപ് ടു 20. 20 വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. 20 എന്ന സംഖ്യ വരെ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട്? 21 കാണും. കാരണം 0 കൂടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. 20 വരെ 20 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ഹോൾ നമ്പേഴ്സ് ആകുമ്പോൾ 0 കൂടെ കൂട്ടി 21 ഹോൾ നമ്പേഴ്സാണ് ഉള്ളത്. ഏത് ടൈപ്പ് നമ്പേഴ്സ് ആയിരുന്നാലും, ഈവൻ നമ്പേഴ്സ് ആയിക്കോട്ടെ, നാച്ചുറൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, ഓഡ് നമ്പേഴ്സ് ആയിക്കോട്ടെ, ഹോൾ നമ്പേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇക്വേഷനിൽ എന്നിൻ്റെ സ്ഥാനത്ത് 21 അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. എസ് ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1/2 ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു 21 ഇൻറ്റു 20/2 ദാറ്റ് ഈസ് 420/2. നമുക്ക് ആൻസർ 210 എന്ന് കിട്ടുന്നു. സോ ദ സം ഓഫ് ഹോൾ നമ്പേഴ്സ് അപ് ടു 20 എന്ന് പറയുന്നത് 210 ആണ്. ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് ഹോൾ നമ്പേഴ്സ് അപ് ടു 99? ഇതിൻ്റെ ആൻസർ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ഫസ്റ്റ് ഡാഷ് ഹോൾ നമ്പേഴ്സ് ഈസ് 55. എന്താണ്? സമ്മ് തന്നിട്ട് നമ്പർ ഓഫ് ടേംസ് ചോദിച്ചിരിക്കുകയാണ്. ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്ഷൻസിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്തുക. നമുക്കറിയാം സമ്മാണ് ഇവിടെ തന്നിരിക്കുന്നത് 55. എസ് ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1/2 ആണ് സമ്മിൻ്റെ ഇക്വേഷൻ. അപ്പോൾ സമ്മിൻ്റെ ഇക്വേഷനുമായിട്ട് ആ 55നെ ഇക്വേറ്റ് ചെയ്യുക. n ഇൻറ്റു n മൈനസ് 1/2 ആണ് ഇവിടെ 55 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. n ഇൻറ്റു n മൈനസ് 1 എന്ന് പറയുന്നത് നമുക്ക് 110 എന്ന് കിട്ടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇത് ചെയ്തിരുന്നു, ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓപ്ഷൻ എ ആയ 11 നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. സോ 11 ഇൻറ്റു 11 മൈനസ് 1 എത്രയാണ്? 11 ഇൻറ്റു 10 എന്ന് പറയുന്നത് 110. നമുക്ക് ആൻസർ കിട്ടേണ്ടിയിരുന്നതും 110 എന്ന് തന്നെയാണ്. സോ ഓപ്ഷൻ എ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ 11 ഈസ് ദ കറക്റ്റ് ആൻസർ. ദ സം ഓഫ് ഫസ്റ്റ് 11 ഹോൾ നമ്പേഴ്സ് ഈസ് 55. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹോൾ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.